ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചൈനീസ് ഡിഷ് ഉണ്ടാക്കിയാലോ? വേറൊന്നല്ല, ബേബി കോൺ കൊണ്ടൊരു മഞ്ചൂരിയൻ ഉണ്ടാക്കാം. ബേബി കോൺ എന്ന് വെച്ചാല് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന കമ്പല്ലേ, അത് ഒട്ടും മൂപ്പാവാതെ പറിക്കുന്നതിനെയാണ് ബേബി കോൺ എന്ന് പറയാം. ഒരു പാക്കറ്റിന് 40 രൂപയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് കഴുകി എടുത്തതിന് ശേഷം കട്ട് ചെയ്യാം. ഞാനിങ്ങനെ ചെരിച്ചാണ് കട്ട് ചെയ്യുന്നത്. വേണമെങ്കിൽ നീളത്തിലോ വട്ടത്തിലോ ഒക്കെ കട്ട് ചെയ്യാം. എല്ലാം കട്ട് ചെയ്തതിനു ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനായി ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബേബി കോണിന് ആവശ്യമായ ഉപ്പ് ചേർക്കുക. എന്നിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് ബേബി കോൺ ചേർത്ത് കൊടുക്കാം. നന്നായി തിളപ്പിച്ച് ബേബി കോണിന്റെ പച്ചച്ചുവ മാറുവോളം ഒന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റോളം വേവിച്ചാൽ മതി കേട്ടോ. വെന്തു വന്നതിന് ശേഷം ഇതെല്ലാം ഒരു സ്റ്റെയിനറിലേക്ക് മാറ്റാം. അടുത്ത സ്റ്റെപ്പ്, ഈ ബേബി കോണിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുള്ള മസാല റെഡിയാക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് മൈദ, അതിന്റെ പകുതി കപ്പ് കോൺഫ്ലോർ, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് ഇളക്കി കൊടുക്കണം. വെള്ളം കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പൊ ദേ ഈ പരുവമായാൽ മതി കേട്ടോ. വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ കോണിൽ മസാലയൊന്നും പിടിക്കില്ല. ഇതിലേക്ക് വേവിച്ച് വെച്ച കോണെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി മാറ്റി വെക്കും. ഒരു പാൻ എടുത്ത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. എണ്ണ ചൂടായതിനു ശേഷം ബേബി കോൺ അതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. തിരിച്ചും മറിച്ചുമായിട്ട് വേവിക്കണം. ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി വേറൊരു പാൻ എടുത്ത് പാൻ ചൂടായതിനു ശേഷം നേരത്തെ ഫ്രൈ ചെയ്യാൻ എടുത്ത ഓയിലിൽ നിന്ന് 4 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായി ചോപ്പ് ചെയ്തത്, ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, 2 പച്ചമുളക് ചോപ്പ് ചെയ്തത്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. വേണമെങ്കിൽ നമുക്ക് ക്യാപ്സിക്കം അല്ലെങ്കിൽ സ്പ്രിംഗ് ഒനിയൻ ഒക്കെ ചേർത്ത് കൊടുക്കാട്ടോ. ഉള്ളി ചെറുതായി വാടി വന്നതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ ചില്ലി സോസ്, 1 സ്പൂൺ സോയാ സോസ്, 3 സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി 1/2 സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഈ ഒരു ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ബേബി കോൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ബേബി കോൺ മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്.